ഞാൻ ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ലെയർ മാലകളാണ്. ലെയർ ഷോ മാലകളാണ്. ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കുറേ പരിചയപ്പെടുത്തിയായിരുന്നു അല്ലേ. 2 പവൻ തൊട്ടുള്ള നമുക്ക് ലെയർ നെക്ലസുകൾ. അപ്പോൾ കുറേ വെഡ്ഡിങ് സെക്ഷൻ ഉണ്ട്. ആ വെഡ്ഡിങ് പർച്ചേസിനാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരേപോലെ ഇടാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസിൽ ഞാൻ പരിചയപ്പെടുത്തി. ഫുൾ ബോൾസ് വരുന്ന രീതിയിലൊക്കെയാണ് പരിചയപ്പെടുത്തിയത്. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെയിം 2 ലെയർ തൊട്ട് വരുന്നത് കേരള മോഡലിൽ വരുന്ന ബോൾസ് അല്ലാതെ മാക്സിമം നല്ല പൊലിമയിൽ വെഡ്ഡിങ് പർച്ചേസിനാണെങ്കിലും അല്ലാതെ ആണെങ്കിലും കൊണ്ടുപോകാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലസുകളാണ്. ലെയർ നെക്ലസുകളാണ്. 2 ലെയറിൻ്റെയും 3 ലെയറിൻ്റെയും ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ഡിസൈൻസ് ഒക്കെ പറഞ്ഞ് അതിൻ്റെ റേറ്റും പറഞ്ഞു തരാം. തീർച്ചയായിട്ടും റേറ്റ് ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ വിട്ടുപോകും. ഞാൻ ഓർത്തിരിക്കണം, ആവശ്യം ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ടാണ് ചില വീഡിയോസിൽ റേറ്റ് പറയണില്ലെന്ന് പറഞ്ഞത് കേട്ടോ. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് റേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിചയപ്പെട്ടാലോ. പിന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കാം, വരാൻ പറ്റാത്തവർക്കാണെങ്കിലും തീർച്ചയായിട്ടും ഓൺലൈൻ പർച്ചേസ് ഉള്ളവർ നിങ്ങൾക്ക് അറിയാലോ. ഓൺലൈൻ പർച്ചേസിൻ്റെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ കെയറിൽ രാവിലെ 9:30 തൊട്ട് 6 മണി വരെ എപ്പോൾ വിളിച്ചാലും അവരെ കിട്ടും. അതിൻ്റെ ഡീറ്റെയിലും എമൗണ്ടും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. നേരെ നമ്മൾ തുടങ്ങുകയാണ്. അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ഞാൻ നിങ്ങളെ പറഞ്ഞ് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് നേരെ ഡിസൈനിലേക്ക് പോകാം. ആദ്യം ഞാൻ വെച്ചേക്കണത് 2 ലെയറിൻ്റെ കേട്ടോ. നല്ല ഭംഗിയാണ്. ഏകദേശം ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു 86,100 ഒക്കെ വരുന്ന രീതിയിൽ വരുന്നതാണ്. 2 ലെയറിൻ്റെ അല്ലേ. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. ആ ഒരു ചതുര കട്ടകളായിട്ടാണ് ഫുള്ളും വന്നേക്കുന്നത്. അതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്നറിയാവോ? ആ ഹാങ്ങിങ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിന് താഴെ ഒരു ഹാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ലീഫ് എന്ന് പറയാം. അത് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുക. നല്ലൊരു ക്യൂട്ടുണ്ട്. 17.5 ഗ്രാമിൽ നല്ല നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് സെക്ഷനിൽ നമ്മൾ ഈ ഒരു മാല ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ പിന്നെ പറയേണ്ട കാര്യമില്ല. നല്ല ക്യൂട്ടായിട്ടിരിക്കും ഈ ഒരു ഡിസൈനൊക്കെ ഇട്ടാൽ. ഓക്കെ, ഇനി നമുക്ക് അത് തന്നെ ഞാൻ വെച്ചേക്കോ. ചെറിയ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ കട്ടയിൽ വരുന്ന ഒരു ഡിസൈനിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും 2ലും തമ്മിൽ. അങ്ങനെ കുറേ ഡിസൈൻ ഉണ്ടാകും. ഈ ഒരു ഡിസൈൻ 2ഉം കൂടെ ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം. ആ ഒരു ഡിസൈനിൽ കുറച്ച് വ്യത്യാസത്തിൽ സംഭവം നമുക്ക് 17 ഗ്രാം 2 ലെയറിൽ മോഡലെല്ലാം പാറ്റേൺ എല്ലാം ഇതാം. പക്ഷേ ഈ ഒരു ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്തതിലേക്ക് പോകാം. അടുത്തത് 3 ലെയറിനാണ് ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അടുത്തത് നിങ്ങൾ 3 ലെയറിലോട്ട് നോക്കിക്കേ. നല്ല ഭംഗിയിൽ തന്നെ അല്ലേ 3 ലെയറായിട്ട് സെറ്റ് ചെയ്തേക്കോ. ഏകദേശം ഒരു 21.5 ഗ്രാം, അതായത് ഒരു 1,05,500 രൂപയൊക്കെ വരും. നല്ല ക്യൂട്ടല്ലേ. ഒരു 2 ലെയറിൻ്റെ കാണാൻ കുറച്ചുകൂടെ ഭംഗി. നമുക്ക് ലെയർ കൂടുന്നവരും കുറച്ചും കൂടെ നിറഞ്ഞു കിടക്കും. ഇപ്പോൾ നമുക്ക് ചെറിയ വെഡ്ഡിങ് പർച്ചേസിനാണെങ്കിലും അല്ലാത്തവർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു മാല, ഒരൊറ്റ മാല, 2 മാല, ചെറിയ മാല ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഇതേപോലത്തെ 2 മാലകളായിട്ട് ഇട്ടാലും നല്ല ക്യൂട്ടായിരിക്കും. ഇതേപോലെ 21.5 ഗ്രാമിൻ്റെ ഒരെണ്ണം, അതിൻ്റെ കൂടെ നമുക്കൊരു ചോക്കറും കൂടി ഇട്ടാൽ പിന്നെ പറയേണ്ട കാര്യമില്ല അല്ലേ. നല്ലൊരു ഭംഗിയിൽ തന്നെ. എന്നാൽ അധികം മാലയില്ല, 2 മാലയെ. പക്ഷേ നമ്മൾ നിറഞ്ഞു കിടക്കും, നമ്മുടെ നെക്ക് നിറഞ്ഞു കിടക്കുന്ന രീതിയിൽ ഇതേപോലത്തെ ലെയറൊക്കെ ഇട്ടാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞത് 3 ലെയർ ആയപ്പോൾ ഈ ഒരു കട്ടയിലും നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. നല്ലൊരു ഭംഗി തന്നെ അല്ലേ. നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ 3 ലെയറും. അതേപോലെ തന്നെ മിഡിൽ പോർഷനിൽ ഒരു ഹാർട്ടൊക്കെ വന്ന് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് കിടക്കുക. നല്ലൊരു ഭംഗി തന്നെ. ഇത് നമുക്ക് 2 ലെയറിൽ 3 ലെയറിലാണ് നമുക്ക് കൂടുതൽ പോണത്. ഇത് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നെക്കിലും കൂടെ നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഭംഗി അത്രയും അറിയില്ല. നെക്കിലും കൂടെ വെച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്കിലേക്ക് വെച്ച് നോക്കാം. ഞാൻ അത് അടിപൊളി നെക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല. നെക്കിൽ വെച്ചപ്പോൾ അത്രയും നിറഞ്ഞ് കിടക്കുക. നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ നിറഞ്ഞ് കിടക്കുന്ന രീതിയിൽ ഇതിൻ്റെ കൂടെ ഒരൊറ്റ മാലയൊക്കെ ഇട്ടാണെങ്കിൽ നല്ല ഭംഗി തന്നെ അല്ലേ. നല്ലൊരു ഭംഗി തന്നെ നമുക്ക്
വെയിറ്റ് മാല ചിലപ്പോൾ നമുക്ക് 2 എണ്ണോ 3 എണ്ണോ ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിലും ഇതേപോലത്തെ നമുക്ക് നെക്ലസ് ലെയർ നെക്ലസ് സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു എന്നാൽ നമുക്ക് എണ്ണം കുറക്കാൻ മാലയുടെ പക്ഷേ നിറഞ്ഞു കിടക്കും ഈ ഒരു ഡിസൈനിലൊക്കെ വന്നാൽ. ഇനി ഡിസൈനിലോട്ട് നോക്കിക്കേ, ആ മിഡിൽ പോർഷനിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് അല്ലെങ്കിൽ ലീഫ് എന്ന് നമുക്ക് പറയാം, അതിങ്ങനെ ഫുള്ളും ഹാങ് ചെയ്ത് കിടക്കും അല്ലേ. നല്ല ഭംഗി തന്നെ ഹാങ് ചെയ്ത് കിടക്കണതാണ്. നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു ക്യൂട്ടായിട്ടാണ് കിടക്കണം ആ ഒരു ഡിസൈൻ. ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ ഏത് ഡിസൈനാണ് നമ്മുടെ കളിയൂഞ്ഞാലൊക്കെ. കുറേ പേർക്കൊന്നും കളിയൂഞ്ഞാൽ മോഡൽ ഇഷ്ടമല്ല എന്ന് പറയും, കുറച്ച് പേർക്ക് ഇട്ടാ, കുറേ പേർക്ക് ഇഷ്ടമുള്ളവരും ഉണ്ടാവും. അപ്പോൾ അതേപോലെ അതിലൊക്കെ പോലെ തന്നെ ഹാങ്ങിങ് ഇതിലും ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഭംഗി തന്നെ ഇതുണ്ടാവും. പിന്നെ ഇതിൻ്റെ മോഡൽ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഇതൊന്ന് കയറ്റിയിട്ട് തരാം. ഇതിപ്പോൾ ലോങ് ആയിട്ട് നമുക്ക് കല്യാണത്തിന് ശേഷമാണെങ്കിലും നമുക്ക് ഒരൊറ്റ മാലയിട്ട് ഇടാം, കുറച്ച് കയറ്റിയിട്ടാണെങ്കിലും നോക്കിക്കേ കണ്ടോ. അതായത് നെക്കിനോട് പറ്റി അല്ല, കുറച്ച് ഇറക്കിയിട്ടിട്ട് ഒരു സ്വല്പം ഇറക്കിയിട്ടിട്ട് നമുക്ക് ഇട്ടാലും കാണാൻ നല്ലൊരു ക്യൂട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പൊക്കത്ത് നമ്മുടെ ചോക്കറിന് പകരമൊന്നും ഇടേണ്ട കാര്യമില്ല. നമ്മുടെ നെക്ക് പോർഷനിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിനനുസരിച്ചിരിക്കും അതിന് മാച്ചിങ് വരണമെങ്കിൽ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സാരി ഒക്കെ ആണെങ്കിൽ കുറച്ച് സാരി തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ, കാഞ്ചീപുരം ഉണ്ട്, ഡിസൈനർ സാരി, അങ്ങനെ പല ടൈപ്പിലുണ്ട്. അപ്പോൾ നമുക്ക് സാരി ബേസിൽ നമുക്ക് ഇടണമെങ്കിൽ കുറച്ചും കൂടെ ഫാഷനബിൾ ആയിട്ടുള്ള സാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ കയറ്റിയിട്ടാൽ നല്ല ഭംഗിയാണ്. കുറച്ച് കാഞ്ചീപുരം ആ ഡിസൈനൊക്കെ മോഡലാണെങ്കിൽ കുറച്ചും കൂടെ ഇറക്കിയിട്ടാലായിരിക്കും ആ ഒരു ക്യൂട്ട് വരുന്നത്. പിന്നെ അതേപോലെ ചുരിദാറിനൊക്കെ ഇതേപോലെ നമുക്ക് കയറ്റിയിടാം, അല്ലെങ്കിൽ നമുക്ക് ഇറക്കിയാണെങ്കിൽ ഇട്ടാലും കാണാൻ നല്ലൊരു ക്യൂട്ടായിരിക്കും. അപ്പോൾ കണ്ടല്ലോ, 21.5 ഗ്രാമിലാണ് കേട്ടോ വരുന്നത്. ലൈറ്റ് വെയിറ്റ് തന്നെ മാക്സിമം പൊലിമയിൽ BIS 916 ഹോൾമാർക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ലെയർ നെക്ലസ്, കേരള മോഡൽ ലെയർ നെക്ലസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഞാൻ അടുത്തത് വെയിറ്റ് കുറഞ്ഞത് കാണിച്ചു തരാം. കണ്ടോ, 17.5 ഗ്രാമിൻ്റെയാണ്. ഈ ഡിസൈൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, നല്ലൊരു ക്യൂട്ടായിട്ട് അല്ലേ. അത്യാവശ്യം ഇറക്കി തന്നെ ഞാൻ ആദ്യം നിങ്ങളെ ഇട്ട് കാണിച്ചു തരാം. ഇറക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇറക്കിയിട്ടപ്പോൾ 2 ലെയറാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ 3 ലെയർ കുറച്ചും കൂടെ നിറഞ്ഞു കിടക്കും, എന്നാൽ 2 ലെയർ ഒട്ടും തെറ്റില്ല. അത്രയും ക്യൂട്ടായിട്ട് തന്നെ 2 ലെയറിൽ വന്നിട്ട് സെയിം നമുക്ക് ആ മിഡിൽ പോർഷനിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ ഹാർട്ടിലെ ലീഫ് മോഡൽ ആ ഡിസൈൻ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുക. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് പണ്ടത്തെ നമ്മുടെ ഇളക്കത്താലികളൊക്കെ ഇല്ലേ, ആ ഒരു ഇളക്കത്താലിയുടെ ഫീലിങ്സ് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി തന്നെ ഇരിക്കും. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് ലോങ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന രീതിയിലാണ് ഞാനിതിപ്പോൾ സെറ്റ് ചെയ്ത് അത്ര ഇറക്കി തന്നെ വെച്ചേക്കുക. പിന്നെ ഇതിന് നമുക്ക് ബാക്കിൽ ത്രെഡാണ് ഉപയോഗിക്കണം. അപ്പോൾ ത്രെഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഇഷ്ടാനുസരണ സൗകര്യത്തിൽ നമുക്ക് കയറ്റിയും ഇറക്കിയും നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് കുറച്ചും കൂടെ കയറ്റി വെച്ച് കാണിച്ചു തരാം. കയറ്റി വെച്ചിട്ടാണെങ്കിലും നോക്കിക്കോ, ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഡിസൈനും കൂടെ മനസ്സിലാക്കാൻ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറ്റി വെക്കുമ്പോഴും നമുക്ക് ആ നെക്കിനോട് ചേർത്ത് വരുമ്പോഴും കാണാൻ നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. നല്ലൊരു വെറൈറ്റി ആയിട്ട് തന്നെ ആ ഡിസൈനും വന്നേക്കുന്നത്. കയറ്റി വെച്ചപ്പോഴും വേറൊരു ലുക്കിൽ, ഇറക്കി വെക്കുമ്പോൾ വേറെ ലുക്കിൽ അല്ലേ, രണ്ട് ലുക്കിലാണ് നമുക്ക് ഫീൽ ചെയ്യണത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് 17.5 ഗ്രാം കേട്ടോ. 17.5 ഗ്രാം 21.5 ഗ്രാം നമുക്ക് വെയിറ്റ് കൂടിയതിൽ എന്തായാലും കിട്ടും. പക്ഷേ നമുക്ക് എന്താ വേണ്ട, നമ്മൾ സാധാരണക്കാരുടെ സ്വന്തം ജ്വല്ലറിയല്ലേ, നമ്മൾ ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ ഹെവി വെയിറ്റ് മോഡൽ കിട്ടുന്ന ഡിസൈൻസ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ലൈറ്റ് വെയിറ്റിൽ നമ്മൾ ചെയ്യാൻ നോക്കുന്നത്, അത് BIS 916 ഹോൾമാർക്കിൽ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ലൈറ്റ് വെയിറ്റിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള വർക്കിൻ്റെ നമ്മുടെ ലെയർ നെക്ലസുകൾ. ഇത് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മറ്റേ നമ്മുടെ ബോൾസ് മോഡലാണെങ്കിലും എടുക്കാം കേട്ടോ. അതും 2 പവനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഡിസൈൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട നല്ല അടിപൊളിയായിട്ടുള്ള ലെയർ നെക്ലസ് ആണല്ലേ. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നിറഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നെക്ലസുകളാണ്. അതിൻ്റെ വെയിറ്റും അതിൻ്റെ റേറ്റും എല്ലാം ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടി അമർത്തണം, എന്നാലേ പുതിയ ഇതേപോലത്തെയുള്ള ക്യൂട്ട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത അടിപൊളി ക്യൂട്ട് വീഡിയോ ഞാൻ വീണ്ടും എത്തുമ്പോൾ സൈനിങ് ഓഫ്. ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.